Hi friends, TechTalk's പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Realme Bandന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. Realme 6 സീരീസ് മാർച്ച് 5th ലോഞ്ച് ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു Realme Bandന്റെ ലോഞ്ചും. അന്ന് തന്നെ ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്തതാണ്. കാരണം എന്ന് തന്നെയാണെങ്കിലും Realme Band വരുമ്പോൾ വില കുറവായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ 1500 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി അങ്ങനെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ MI Band 3i ആണ് Realme Bandന്റെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ളത്. MI Band 3i ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 1300 രൂപയ്ക്കാണ്. Realme Band വരുന്നത് 1500 രൂപയ്ക്കാണ്. അപ്പോൾ ഇവർ തമ്മിലാണ് കോമ്പറ്റീഷൻ. അതിനകത്തൊരു പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് Realme Bandനകത്ത് കളർ ഡിസ്പ്ലേ ആണ്, ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. MI Band 3iയിലേക്ക് വരുമ്പോൾ കളർ ഡിസ്പ്ലേ അല്ല ആൻഡ് ഹാർട്ട് റേറ്റ് സെൻസർ ഇല്ല. പിന്നെ എടുത്തു പറയുന്നൊരു കാര്യം, MI ബാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ Realme Band ഡയറക്റ്റ് USB ചാർജിങ് ആണ് എനേബിൾ ചെയ്യുന്നത്. ഒരു കൺവീനിയൻസ് സൈഡിലുള്ളൊരു ബെനഫിറ്റ് എന്ന് പറയാം. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നും നമുക്ക് വിശദമായിട്ട് അൺബോക്സിംഗ് വീഡിയോയിൽ നോക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ചെയ്യുന്ന വീഡിയോസ് എല്ലാം കൃത്യമായിട്ടൊരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. മാർച്ച് 5 ആയിരുന്നു Realme 6 സീരീസും Realme Bandും കൂടി ലോഞ്ച് ചെയ്തത്. അപ്പോൾ 5 തന്നെ 2 മണിക്ക് തുടങ്ങിയ സെയിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇപ്പോൾ ഒരു 6 ദിവസം കഴിഞ്ഞ പിന്നെ വീട്ടിൽ കിട്ടി. റിയൽമിയുടെ തന്നെ പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയായിട്ട് സീൽ ചെയ്തിരിക്കുന്ന പാക്കേജാണ്. നല്ല ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വന്ന് കയ്യിൽ കിട്ടിയ സമയത്തും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡെലിവറി ആണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഫ്ലിപ്കാർട്ടിൻ്റെ അത്രയൊന്നും ഫാസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ തന്നെ സംഭവം കാര്യമായിട്ട് എത്തിച്ചു. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളല്ലോ. ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അന്ന് കിട്ടുന്നതൊരു ഇൻവോയ്സാണ്. ഇൻവോയ്സും പിന്നെ Realme Bandൻ്റെ പാക്കേജാണ് ഉള്ളത്. പാക്കിങ്ങിലേക്ക് വരുമ്പോൾ Realme സാധാരണ സ്മാർട്ട് ഫോണുകളിലും കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ല നീറ്റ് പാക്കിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ നോർമൽ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ എന്താ പറയുന്ന ഡിസ്പ്ലേയുടെ സൈസ്, ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, വർക്കൗട്ട്സ് മോഡുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കീ ഫീച്ചറുകളെല്ലാം അതുപോലെ ഡയറക്റ്റ് USB ചാർജ് ആണെന്നുള്ള കുറേ ഫീച്ചറുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിന്നെ തുറന്ന് ബോക്സിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ബോക്സ് നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നേരെ തന്നെ വാച്ചാണ് കാണുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് അന്നേരത്തെ ഒരു റഷ്യൻ്റെ പുറത്ത് യെല്ലോയും എടുത്തില്ല, ബ്ലാക്കും വേണ്ട, ഗ്രീൻ ബുക്ക് ചെയ്തു. പക്ഷേ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് വേണ്ടായിരുന്നു, അല്ല ബ്ലാക്ക് വല്ലതും എടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ സംഭവം നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് ഉറപ്പായി ബ്ലാക്ക് തന്നെ ഓർഡർ ചെയ്യുന്നതായിരുന്നു നല്ലത്. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും കളർ നമുക്ക് വീണ്ടും ഇനി സ്വിച്ച് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാച്ച് മാത്രമാണ് ഉള്ളത്. ഇനി വാച്ചിൻ്റെ സ്ട്രാപ്പിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള അത്രയും സ്ട്രാപ്പിന് ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി ഉപയോഗിച്ച് കഴിയുമ്പോഴേ ബാക്കി പറയാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല ലൈറ്റായിട്ടുള്ളൊരു സ്ട്രാപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ USB ഡയറക്റ്റ് ചാർജിങ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ വേറെ ചാർജിങ്ങിന് കേബിളുകളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. Realme Band ഇപ്പോൾ ആദ്യം USB ഞാൻ കണക്ട് ചെയ്തപ്പോഴാണ് കേട്ടോ ബാൻഡ് ഓൺ ആയത്. USB കണക്ട് ചെയ്താലാണ് ബാൻഡ് ഓൺ ആവുക. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിൻ്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ പോലും ബാൻഡിനകത്തൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതേതെങ്കിലും ഫ്രെയിംവെയർ അപ്ഡേറ്റ് വഴി അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഡേ ടൈമിലൊരു സാധനം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇത് വെച്ചിട്ട്. ഇതിപ്പോൾ ഈ ബാൻഡിനകത്ത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റൂമിലെടുത്തുകൊണ്ട് വരേണ്ടി വന്നു. കാരണം റൂമിനകത്തേ കാണാൻ പറ്റുള്ളൂ, പുറത്ത് വെച്ചിട്ട് ഒരു രക്ഷയില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അപ്ഡേറ്റിനകത്ത് അടുത്ത വരുന്ന അപ്ഡേറ്റുകളിലൊക്കെ ഇത് മാറുമെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ Realme ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ഈ സ്മാർട്ട് ഫോണുമായിട്ട് ഈ ബാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സൊക്കെ മാക്സിമം കൂട്ടി നോക്കി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടിയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഹാർട്ട് റേറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് കൗണ്ടും ഹാർട്ട് റേറ്റിൻ്റെ മെഷറിങ്ങൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഇനി നമുക്ക് കൂടുതൽ ഉപയോഗിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം. ബാൻഡ് വന്ന സമയത്ത് അത്യാവശ്യം നല്ല ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 85% മേളിൽ ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഡീറ്റെയിൽഡ് റിവ്യൂ പിന്നീട് ഇടാം.
3 കളറുകളിലാണ് റിയൽമി ബാൻഡുകൾ വരുന്നത്. ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ. ഏകദേശം 20 ഗ്രാമോളമാണ് ഭാരം. 16mm വിഡ്ത്തുള്ള സ്ട്രാപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 90 mAh ബാറ്ററി കൊണ്ടിട്ട് ഹാർട്ട് റേറ്റ് മോണിറ്റർ ഓണായി കിടക്കുന്ന അവസ്ഥയിൽ 7 മുതൽ 10 ദിവസം വരെ ചാർജിങ് കിട്ടുമെന്നാണ് റിയൽമി അവകാശപ്പെടുന്നത്. 2.4 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ആണ് സ്ക്രീൻ. ടച്ച് സ്ക്രീൻ അല്ല. 80x160 ആണ് റെസൊല്യൂഷൻ. കളർ ഡിസ്പ്ലേ ആണ്. 3 ആക്സസ് ആക്സിലറോമീറ്റർ, ഹാർട്ട് റേറ്റ് സെൻസർ, റോട്ടർ വൈബ്രേഷൻ മോട്ടർ അങ്ങനെയാണ് സെൻസറുകളുള്ളത്. IP68 വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടാണ് റിയൽമി ബാൻഡുകൾ വരുന്നത്. ബ്ലൂടൂത്ത് 4.2 ആണ് കണക്ടിവിറ്റി. ഓട്ടോമേറ്റഡ് ഹാർട്ട് റേറ്റ് മെഷർമെൻറ്റ് ഉണ്ട്. 24 hours റിയൽ ടൈം ഹാർട്ട് റേറ്റ് സെൻസിങ് ഉണ്ട്. റെസ്റ്റിംഗ് ടൈമിലുള്ള ഹാർട്ട് റേറ്റ് സെൻസ് ചെയ്യാനും എക്സസൈസ് ചെയ്യുന്ന സമയത്തുള്ള ഹാർട്ട് റേറ്റ് സെൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്. എത്ര സമയമാണ് ഉറങ്ങിയത്, എത്രത്തോളം ഡീപ്പ് സ്ലീപ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനുള്ള സ്ലീപ്പ് ഡിറ്റക്ഷൻ ഉണ്ട്. ദെൻ സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും കലോറികൾ കാൽക്കുലേറ്റ് ചെയ്യാനും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഇൻ്റർവെല്ലുകളിൽ വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുന്ന വാട്ടർ റിമൈൻഡറും ഒരുപാട് സമയം ഐഡിയലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്ന സെഡൻറ്ററി മോണിറ്റർ റിമൈൻഡറുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്രിക്കറ്റും യോഗയും അടക്കം ഏകദേശം 9ഓളം സ്പോർട്ട് മോഡുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് സാധാരണ ബാൻഡുകളിൽ കണ്ടുവരുന്നത് തന്നെ ക്ലോക്ക്, ഡേറ്റ് ഡിസ്പ്ലേ, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഡിസ്പ്ലേനെ ഓറിയൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻക്ലൂഡഡ് ആണ്. ദെൻ കുറച്ചുകൂടി വെതർ ഫോർകാസ്റ്റിങ്ങും കുറച്ചുകൂടി മൾട്ടി ലാംഗ്വേജ് ഫോണ്ടുകളും ദെൻ മൾട്ടി ഡയലുകളും. നിലവിൽ 5 വാച്ച് ഫേസുകളാണ് റിയൽമി ബാൻഡിനകത്തുള്ളത്. ഇതിൽ കൂടുതൽ വാച്ച് ഫേസുകൾ ഇനിയുള്ള OTA അപ്ഡേറ്റുകളിൽ കിട്ടും എന്ന് റിയൽമി പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് റിയൽമി ബാൻഡിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡിൽ നമുക്ക് പറയാനുള്ളത്. മാർക്കറ്റിലുള്ള മറ്റ് ബാൻഡുകളെല്ലാം 2000 രൂപയ്ക്ക് മുകളിൽ മാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നൊരു സ്പെസിഫിക്കേഷനെ 1500 രൂപയ്ക്ക് റിയൽമി തരുമ്പോൾ അതിനകത്തുനിന്ന് എല്ലാനൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. റിയൽമി ബാൻഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ള കാര്യം, ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളൊരു 1500 രൂപയ്ക്ക് ഹാർട്ട് റേറ്റ് സെൻസറും കളർ ഡിസ്പ്ലേയും ഒക്കെ ഉള്ള ബാൻഡ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിയൽമി ബാൻഡ് എടുക്കാം, ഒരു തർക്കവും ഇല്ല. പക്ഷേ ബഡ്ജറ്റിനേക്കാൾ നിങ്ങൾക്ക് നിർബന്ധം ഒരു ഫുൾ ഓൺ ആയിട്ടുള്ള ഫിറ്റ്നസ് ബാൻഡ് ആണ് എങ്കിൽ റിയൽമി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് നിങ്ങളെ ചിലപ്പോൾ ഡിസപ്പോയിൻ്റ് ചെയ്തേക്കും. റിയൽമിയുടെ കളർ ഡിസ്പ്ലേ സൺലൈറ്റിൽ, ഡയറക്റ്റ് സൺലൈറ്റിൽ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അതുമാത്രമല്ല സ്ട്രാപ്പൊന്നും സാധാരണഗതിയിൽ മറ്റ് ബാൻഡുകളിൽ കണ്ട ക്വാളിറ്റി ഒന്നും റിയൽമിയുടെ ഈ സ്ട്രാപ്പിനകത്ത് കാണാൻ കഴിഞ്ഞില്ല. ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര തിന്നാണ്. എത്രത്തോളം നാളത് നിൽക്കുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇനി ലൈറ്റ് ആണെങ്കിലും സംഭവം സ്റ്റേഡി ആണോ എന്നുള്ളത് നമുക്കിനി ഉപയോഗിച്ച് മാത്രം അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് റിയൽമി ബാൻഡിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ബഡ്ജറ്റ് ബാൻഡ് എടുക്കാൻ നിൽക്കുന്ന ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ദിസ് ഇസ് മീ ഷാറോൺ സൈനിങ് ഓഫ്.